ആപത്തുകളും അനർത്ഥങ്ങളും കടന്നു വരുമ്പോൾ കുഴിമുയലുകൾ പാറയുടെ വിള്ളലുകളിൽ അഭയം പ്രാപിക്കാറുണ്ട്. പ്രാവുകളും അതുപോലെ തന്നെ പാറയുടെ ഇടുക്കുകളിൽ കയറി അഭയം പ്രാപിക്കും. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ അവൻ ദൈവസന്നിധി അഭയം പ്രാപിക്കും. സദൃശ്യവാക്യം 18:10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അതെ, ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധി എന്നത് അഭയം പ്രാപിക്കുവാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 33-ാം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പുരാതനാകുന്ന ദൈവം എൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ പരിഹാരം, ശാശ്വതമായ സംരക്ഷണ സ്ഥലമെന്നുള്ളത് ദൈവസന്നിധി മാത്രമാണ്. മനുഷ്യരുടെ അടുക്കൽ നാം ഓടിച്ചെന്നാൽ അവരൊരു പക്ഷേ നമ്മെ തള്ളിക്കളയും. അവരുടെ മുമ്പിൽ പലപ്പോഴും നാം പരാജയമായി മാറിയെന്ന് വരാം. അവർ നമ്മളോട് കൈമലർത്തി കാണിച്ചു എന്നും വരാം. എന്നാൽ ദൈവസന്നിധിയിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരിക്കലും അവനെ തള്ളിക്കളയുകയില്ല. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങൾ: അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അതെ, ജീവിതത്തിൽ സമ്മർദ്ദ സമാനമാകുന്ന സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പറ്റിയിരുന്നു കൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ദൈവാലോചനയ്ക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ദൈവം അത് ചെയ്തു തരും. യോഹന്നാൻ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് യോഹന്നാൻ 14:14 പറയുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സമ്മർദ്ദ സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് അനുസരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരായി ഓരോ ദിവസവും നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുന്ന ബലമുള്ള സങ്കേതം ദൈവസന്നിധി മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.